ഈ വിവാദങ്ങളൊക്കെ ഉള്ള ഒരു സംഭവത്തിൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച? കാരണം ദേവസ്വം ബോർഡിനെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് പരിശോധിക്കാനോ ദേവസ്വം ബോർഡിൻ്റെ വേർഷൻ കേൾക്കാനോ, ഒപ്പം തന്നെ ഇപ്പോൾ പ്രശാന്തിനെ പറഞ്ഞതുപോലെ ഈ നന്ദഗോവിന്ദം ഭജനെ സംബന്ധിച്ച്, ഒപ്പം തന്നെ ഇഷാൻ്റെ പരിപാടിയെ സംബന്ധിച്ച്, ഈ കിടക്ക വാങ്ങിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ആദ്യം കൊടുത്തൊരു ഇൻ്റർനൽ റിപ്പോർട്ടുണ്ടല്ലോ, ആ ഇൻ്റർനൽ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ 3 കോടി രൂപ ഞങ്ങൾ അഡ്വാൻസ് എടുത്തിരുന്നു, ഇന്ന ഹെഡിൽ നിന്ന് അഡ്വാൻസ് എടുത്തിരുന്നു, അത് തിരിച്ച് റിക്യൂപ്പ് ചെയ്തു, നമുക്ക് ഏതാണ്ടൊരു 5 കോടിക്കകത്ത് ഇത് നിർത്തണം എന്നാണ്, ഇതിൻ്റെ ചെലവ് ചുരുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമ്മീഷണർ, ഞങ്ങൾ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പിന്നീട് ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ടിനെ സംബന്ധിച്ച് വലിയ പിഴവ് ദേവസ്വം കമ്മീഷണർ ഓഫീസിന് പറ്റിയിട്ടുണ്ട്. കാരണം വിജയൻ അസോസിയേറ്റ്സ് ആണ് ഇൻറ്റേർണൽ ഏജൻസി. കോടതി എന്താ പറഞ്ഞത്? അയ്യപ്പ സംഗമം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ ഒരു ഇൻറ്റേർണൽ ഏജൻസിയെ വെച്ച് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ വഴി കോടതി കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻറ്റേർണൽ റിപ്പോർട്ട് കൊടുത്തു. രണ്ടാമത്തെ ഇൻറ്റേർണൽ റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥ വീഴ്ച, അക്ഷന്തവ്യമായ അപരാധം, ഇത്രയും വ്യാപകമായ പ്രചരണങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിൽ ദേവസ്വം കമ്മീഷൻ ഓഫീസിന് ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കാരണം വിജയൻ അസോസിയേറ്റ്സ് സ്വാഭാവികമായും ഒരു റിപ്പോർട്ട് ദേവസ്വം കമ്മീഷൻ ഓഫീസിൽ കൊടുക്കുമ്പോൾ ആ കമ്മീഷണർ ഓഫീസ് സാധാരണ ചെയ്യേണ്ടത്, ഞങ്ങളൊക്കെ ചെയ്തിരുന്നൊരു കാര്യം, ആദ്യം അക്കൗണ്ട്സ് ഓഫീസറെ വിളിക്കും, പിന്നെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിക്കും, അവരുമായൊരു സ്ക്രൂട്ടിനി നടത്തും, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും, പിന്നീട് ദേവസ്വം ബോർഡ് കണ്ട് വിലയിരുത്തി ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് ദേവസ്വം കമ്മീഷണർ വഴി സ്പെഷ്യൽ കമ്മീഷണർ നൽകി. ഇവിടെ ജയകുമാർ സാറും ബോർഡും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാതെയാണ് ഇവർ കൊടുത്തത്. അതിലൊരു വീഴ്ച എന്തായാലും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.